ഇന്ന് നോക്കാൻ പോകുന്നത് RPM വിത്ത് IP മോണിറ്ററിംഗ് ആണ്. അപ്പോൾ RPM എന്ന് പറഞ്ഞാൽ റിയൽ ടൈം പെർഫോമൻസ് മോണിറ്ററിംഗ്. ഇതൊരു ജുനിപ്പർ ഫീച്ചറാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഡിവൈസുകൾക്കിടയിലെ ലിങ്കിനെ ലൈവായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതുവഴി പാക്കറ്റ് ലോസ്, ജിറ്റർ, ലാറ്റൻസി ഇതെല്ലാം ലൈവായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ RPM വർക്ക് ചെയ്യുന്നത് പ്രോബ് ഡിഫൈൻ ചെയ്തിട്ടാണ്. ഫസ്റ്റ് നമ്മൾ പ്രോബ് ഡിഫൈൻ ചെയ്യും. പ്രോബിൻ്റെ അണ്ടറിൽ നമുക്ക് വേണ്ട ടെസ്റ്റ് ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഇവിടെ ഞാൻ ICMP പിങ് ആണ് പ്രോബ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ICMP പിങ് ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ്ലി പിങ് പാക്കറ്റ് ടാർഗറ്റ് അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കും. ഇൻ കേസ് ടാർഗറ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് RPM റിസൾട്ടിനകത്ത് കാണാൻ പറ്റും. കാരണം നമ്മൾ ഈ ടെസ്റ്റിൻ്റെ അണ്ടറിലൊരു ത്രഷോൾഡ് കോൺഫിഗർ ചെയ്യും. ത്രഷോൾഡിൽ നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള അത്രയും പിങ് പാക്കറ്റ് ഇവിടെ ഡ്രോപ്പ് ആവുകയാണെങ്കിൽ അതൊരു ഫെയിലിയറായിട്ട് കണക്കാക്കും. അതൊരു ഫെയിലായിട്ട് കണക്കാക്കും. ആ റിസൾട്ടിന് RPM റിസൾട്ടിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ RPM യൂസ് ചെയ്യുന്നത് ജസ്റ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയൽ ടൈമിൽ. അതുപോലെ IP മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ആക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു ആക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നടക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ IP മോണിറ്ററിംഗ് വർക്ക് ചെയ്യുന്നത് പോളിസി ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ പോളിസി ഡിഫൈൻ ചെയ്യും എങ്ങനെയാണോ ആക്ഷൻ നടക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ RPM വിത്ത് IP മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RPMലൂടെ നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ലിങ്കിനെ ഇൻ കേസ് ഈ ലിങ്ക് ഫെയിലാണെങ്കിൽ IP മോണിറ്ററിംഗ് വെച്ചിട്ട് അടുത്ത റൗട്ടിലേക്ക്, അടുത്ത ഫെയിൽ ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് RPM വിത്ത് IP മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺഫിഗർ ചെയ്യുന്നത് ഇൻ്റർഫേസ് ഫെയിൽ ഓവറാണ്. അതായത് ഈ ISP, അതായത് ഇപ്പോൾ ഈ കണക്ട് ചെയ്ത ഇൻ്റർഫേസ് ഈ 10.10.10.1 എന്ന് പറഞ്ഞ റൗട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ അടുത്ത ഇൻ്റർഫേസിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഇൻ്റർഫേസ് ഏതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ ഒരു ഫയർവാൾ ഡിവൈസ് എടുത്തിട്ടുണ്ട്. ജുനിപ്പറിൻ്റെ HRH 320 ഫയർവാളാണ്. അപ്പോൾ ഇതിന് ഞാൻ രണ്ട് ISP ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് രണ്ട് ജുനിപ്പറിൻ്റെ EH3400 സ്വിച്ചാണ് ഞാൻ കണക്ട് ചെയ്തത്. അപ്പോൾ ഇൻ കേസ് ഒരു ഡിവൈസ് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഇൻ്റർഫേസിൽ ഈ ഫെയിൽ ഓവർ നടത്തും. അതിലൂടെ ISP എപ്പോഴും ഈ ഡിവൈസിന് റീച്ചബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫയർവാൾ കോൺഫിഗറേഷനിലേക്ക് പോവാം. ഫയർവാളിൻ്റെ G0/0/0 എന്ന് പറഞ്ഞ ഇൻ്റർഫേസിന് 10.10.10.2 എന്ന് പറഞ്ഞ IP കൊടുക്കണം. G0/0/1 എന്ന് പറഞ്ഞ ഇൻ്റർഫേസിന് 20.20.20.2 എന്ന് പറയുന്ന IP കോൺഫിഗർ ചെയ്യണം. ഇതിൻ്റെ സബ്നെറ്റ് മാസ്ക് വരുന്നത് /30 ആണ്. ഓക്കെ, അപ്പോൾ ഫയർവാൾ കോൺഫിഗറേഷനായിട്ട് ഫയർവാളിലേക്ക് പോവാം. ഓക്കെ, ലോഗിൻ ചെയ്യുന്നുണ്ട്. റൂട്ട് ഓക്കെ CLI. ഓക്കെ, കോൺഫിഗറേഷൻ മോഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫയർവാളിൻ്റെ 0 എന്ന് പറഞ്ഞ ഇൻ്റർഫേസിന്, അതായത് G0/0/0 എന്ന് പറയുന്ന ഇൻ്റർഫേസിന് 10.10.10.2 എന്ന് പറയുന്ന IP, 1 എന്ന് പറഞ്ഞ ഇൻ്റർഫേസിന് 20.20.20.2 എന്ന് പറയുന്ന IP. സെറ്റ് ഇൻ്റർഫേസ് GE0/0 യൂണിറ്റ് 0 ഫാമിലി inet അഡ്രസ് 10.10.10.2. ഓക്കെ, 10.10.10.2 2/30. ഓക്കെ, ഇനി ഒന്നാമത്തെ ഇൻ്റർഫേസിന് ഓക്കെ, സെറ്റ് ഇൻ്റർഫേസ് GE0/1 യൂണിറ്റ് 0 ഫാമിലി inet അഡ്രസ് 20.20.20.2/30. ഓക്കെ, ഇത് കമ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ISP ആയിട്ട് കോൺഫിഗർ ചെയ്യുന്ന രണ്ട് ഡിവൈസിലും, അതായത് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ജുനിപ്പറിൻ്റെ ഒരു EH3400 സ്വിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡിവൈസിൻ്റെ രണ്ട് സ്വിച്ചിൻ്റെ IRB ഇൻ്റർഫേസിനാണ് ഞാൻ IP കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ IRB ഇൻ്റർഫേസിന് നമുക്ക് ഫസ്റ്റ് ISP1ൻ്റെ IRB ഇൻ്റർഫേസിന്
10.10.10.1 എന്ന് പറഞ്ഞ IP കോൺഫിഗർ ചെയ്യാം. ഓക്കെ, ISP1 സെറ്റ് ഇൻ്റർഫേസ് IRB യൂണിറ്റ് 0 ഫാമിലി inet അഡ്രസ് 10.10.10.1/30. ഓക്കെ, അപ്പം ഓക്കെ കമ്മിറ്റ് കൊടുക്കാം. അപ്പം ഞാനിത് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. കമ്മിറ്റ് ഓക്കെ, അപ്പോൾ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ISP2ൻ്റെ IRB ഇൻ്റർഫേസിന് IP കൊടുക്കാം. സെറ്റ് ഇൻ്റർഫേസ് IRB യൂണിറ്റ് 0 ഫാമിലി inet അഡ്രസ് 20.20.20.1/30. ഓക്കെ, കമ്മിറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫയർവാൾ ഡിവൈസിലൊന്ന് ലോഗിൻ ചെയ്യുക, എന്നിട്ട് കണക്ടിവിറ്റി ചെക്ക് ചെയ്യുക. അതായത് 2 ISPയിലേക്കും പിങ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൺ പിങ് 10.10.10.1 ഫസ്റ്റ് ISPയുടെ IP. ഓക്കെ, പിങ് ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ ISPയുടെ IP 20.20.20.1. ഓക്കെ, അപ്പോൾ 2 ഡിവൈസിലേക്കും ഫയർവാളിന് പിങ് പോകുന്നുണ്ട്. ഇനി ഒന്ന് തിരിച്ച് ചെയ്തു നോക്കാം. അപ്പോൾ റൺ പിങ് 10.10.10.2 ഫയർവാളിൻ്റെ ഇൻ്റർഫേസിൻ്റെ IP, അതായത് ISP1 കോൺഫിഗർ ചെയ്ത ഇൻ്റർഫേസിൻ്റെ IP. അപ്പം തിരിച്ച് പിങ് ഇല്ല. ഇനി അടുത്ത ISPന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, റൺ പിങ് 20.20.2. ഓക്കെ, അപ്പം ISP2ന്നും പിങ് ഇല്ല. ഓക്കെ, അപ്പം അത് എന്താ പിങ് ഇല്ലാത്തതെന്ന് വെച്ചാൽ ബൈ ഡിഫാൾട്ട് ഫയർവാളിൻ്റെ ഇൻ്റർഫേസ് പിങ് അലോ ചെയ്യില്ല. അതായത് നമുക്കിപ്പോൾ ഈ ഫയർവാളിൽ നിന്ന് 2 ISPയിലേക്ക് പിങ് കിട്ടുന്നുണ്ട്, പക്ഷെ തിരിച്ച് പിങ് കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫയർവാൾ ബൈ ഡിഫാൾട്ട് പിങ് അലോ ചെയ്യില്ല. അതായത് അത് അലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയർവാൾ ഇൻ്റർഫേസിന് ഒരു സെക്യൂരിറ്റി സോണിൽ അലോ ചെയ്യണം. ഓക്കെ, സെക്യൂരിറ്റി സോണിൽ അലോ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സർവീസ് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ ഫയർവാളിൽ പോവാണ്. അപ്പോൾ സെക്യൂരിറ്റി സോണിൽ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും ISP ആയതുകൊണ്ട് തന്നെ ഞാനൊരു അൺട്രസ്റ്റ് സോണിലാണ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ G0/0/0 എന്ന് പറഞ്ഞ ഇൻ്റർഫേസിന് G0/0/1 എന്ന് പറഞ്ഞ ഇൻ്റർഫേസിന് ഞാനൊരു സെക്യൂരിറ്റി സോൺ, അതായത് അൺട്രസ്റ്റ് സെക്യൂരിറ്റി സോണിൽ അസൈൻ ചെയ്യുന്നു. അതിന് ശേഷം വേണ്ട സർവീസ് ആ ഇൻ്റർഫേസിൽ അലോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ സെറ്റ് സെക്യൂരിറ്റി സോൺ അൺട്രസ്റ്റ് നമ്മുടെ ഇൻ്റർഫേസ് GE0/0. ഓക്കെ, ഇനി സർവീസ് ഹോസ്റ്റ് ഇൻബൗണ്ട് ട്രാഫിക് സിസ്റ്റം സർവീസ്, നമുക്ക് ഏത് സർവീസ് വേണമെങ്കിൽ ഇവിടെ അലോ ചെയ്യാം. നമ്മളെ കേസിൽ പിങ് മാത്രം മതി. അപ്പോൾ പിങ് മാത്രം അലോ ചെയ്ത്. ഓക്കെ, ഇനി അതുപോലെ സെറ്റ് G0/0/1 എന്ന് പറയുന്ന ഇൻ്റർഫേസിന് അലോ ചെയ്യാം. സെറ്റ് സെക്യൂരിറ്റി സോൺ അൺട്രസ്റ്റ് ഇൻ്റർഫേസ് GE0/0/1 പോസ്റ്റ് ഇൻബൗണ്ട് ട്രാഫിക് സിസ്റ്റം സർവീസസ് പിങ്. ഓക്കെ, പിങ് നമുക്കിത് സേവ് ചെയ്യാം. അപ്പോൾ കമ്മിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റർഫേസിനെ സെക്യൂരിറ്റി സോണിൽ അലോ ചെയ്തിട്ട് ട്രാഫിക്കിനെ അലോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് പിങ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ISP1 നിന്ന് പിങ് ചെയ്ത് നോക്കുന്നുണ്ട്, അതായത് ഫയർവാളിൻ്റെ ഇൻ്റർഫേസിലേക്ക്. ഓക്കെ, പിങ് ഓക്കെയാണ്. ഇനി ISP2. ഓക്കെ, അപ്പോൾ കണക്ടിവിറ്റി ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫയർവാളിൽ നിന്ന്
ടാർഗറ്റ്, അതായത് നമ്മുടെ ISP-യിലേക്കും തിരിച്ച് ISP-യിൽ നിന്ന് ഫയർവാളിലേക്കും പിങ് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, മുന്നേ ഫേസ് ചെയ്തിരുന്ന ഇഷ്യൂ ഫയർവാളിൽ നിന്ന് പിങ് ഉണ്ടായിരുന്ന ടാർഗറ്റിലേക്ക്, പക്ഷേ ടാർഗറ്റിൽ നിന്ന്, അതായത് ഈ ISP-ന്ന് തിരിച്ചുണ്ടായില്ല. കാരണം ഈ ഇൻ്റർഫേസിനെ സെക്യൂരിറ്റി സോണിൽ അലോ ചെയ്തില്ലായിരുന്നു. അതുപോലെ അതിലേത് ട്രാഫിക്കാണോ വേണ്ടത് അതിനെ അലോയും ചെയ്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി RPM കോൺഫിഗറേഷന് വേണ്ടിയിട്ട് ഫയർവാളിൽ പോവാം. അപ്പോൾ ഫയർവാളിൻ്റെ അകത്ത് ഇനി RPM കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സെറ്റ് സർവീസസ് RPM പ്രോബ് ഡിഫൈൻ ചെയ്യുക. പ്രോബ് നെയിം, അപ്പോൾ ഞാൻ ഇവിടെ പ്രോബ് 1 എന്ന് തന്നെ കൊടുക്കുന്നത്. പ്രോബ് 1. ഇനി ടെസ്റ്റിൻ്റെ പേര് ഞാൻ ടെസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്, ടെസ്റ്റ് 1 എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ടെസ്റ്റ് 1. ഇനി പ്രോബ് ടൈപ്പ് കൊടുക്കാം. പ്രോബ് ടൈപ്പ് ഞാനിവിടെ ICMP പിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പിങ് സർവീസ് ആയതുകൊണ്ട് പിങ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ICMP പിങ് കൊടുത്ത്. ഓക്കെ, ഇനി നമുക്ക് ടാർഗറ്റ് അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേസിൽ ടാർഗറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടാർഗറ്റ് അഡ്രസ്സ്. ഓക്കെ, 10.10.10.1 ആണ് ടാർഗറ്റ് അഡ്രസ്സ്. സോഴ്സ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 10.10.10.2 ആണ് സോഴ്സ് അഡ്രസ്സ്. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് അഡ്രസ്സ് കൊടുക്കാം. ഫയർവാളിൻ്റെ അകത്ത് സെറ്റ് സർവീസസ് RPM പ്രോബ് 1 ടെസ്റ്റ് 1. ഓക്കെ, ഇനി ടാർഗറ്റ് അഡ്രസ്സ് 10.10.10.1. ഓക്കെ, 10.10.10.1. അതായത് നമ്മുടെ IP ടാർഗറ്റ് IP. ഓക്കെ, ഇനി പ്രോബ് കൗണ്ട്. ഓക്കെ, സെറ്റ് സർവീസസ് RPM പ്രോബ് 1 ടെസ്റ്റ് 1 പ്രോബ് കൗണ്ട്. ഓക്കെ, പ്രോബ് കൗണ്ട് ഞാനിവിടെ ഒരു 10 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോബ് കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ടെസ്റ്റിലും എത്ര പ്രോബ് അയക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ടെസ്റ്റിൽ 10 പ്രോബാണ് അയക്കുക. ഓക്കെ, ഇനി നമുക്ക് പ്രോബ് ഇൻ്റർവെൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി സെറ്റ് സർവീസസ് RPM പ്രോബ് 1 ടെസ്റ്റ് 1. ഓക്കെ, പ്രോബ് ഇൻ്റർവെൽ. ഓക്കെ, പ്രോബ് ഇൻ്റർവെല്ലിൽ ഞാനിവിടെ ഒരു 3 കൊടുക്കുന്നുണ്ട്. അതായത് ഓരോ പ്രോബ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത സൈക്കിള്, അതായത് അടുത്തത് ആവർത്തിക്കുന്നതിനുള്ള ഒരു ഇൻ്റർവെല്ല്. ഓക്കെ, അതാണ് ഞാൻ 3 കൊടുത്ത്. ഓക്കെ, ഓക്കെ, അപ്പോൾ പ്രോബ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോബും തമ്മിൽ എത്ര ടൈം ഇൻ്റർവെൽ വേണമെന്നുള്ളത്. ഞാനിവിടെ 3 സെക്കൻഡാണ് കൊടുത്തത്. അപ്പോൾ ഓരോ പ്രോബും 3 സെക്കൻഡ് ആയിരിക്കും ഇൻ്റർവെല്ല്. ഓക്കെ, ഇനിയുള്ളത് ടെസ്റ്റ് ഇൻ്റർവെല്ല് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി സെറ്റ് സർവീസസ് RPM പ്രോബ് 1 ടെസ്റ്റ് 1. ഓക്കെ, ടെസ്റ്റ് ഇൻ്റർവെൽ. ഓക്കെ, ടെസ്റ്റ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്ന, അതായത് ഒരു ടെസ്റ്റ് സൈക്കിൾ കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം.
ഞാനതൊരു 3 സെക്കൻഡ് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ള സെക്കൻഡ്സ് ടൈം. ഓക്കെ, ഇനിയുള്ളത് സോഴ്സ് അഡ്രസ്സ്. അതായത് നമ്മുടെ സോഴ്സ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് സോഴ്സ്. 10.10.10.2 എന്ന് പറയുന്നതാണ് സോഴ്സ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് സർവീസസ് RPM പ്രോബ് 1 ടെസ്റ്റ് 1. ഓക്കെ, സോഴ്സ് അഡ്രസ്സ് വരുന്നത് 10.10.10.2. ഓക്കെ, 10.10.10.2 സോഴ്സ് അഡ്രസ്സ്. ഓക്കെ, ഇനി നമുക്ക് ത്രെഷോൾഡ് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ ത്രെഷോൾഡ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് സർവീസസ് RPM പ്രോബ് 1 ടെസ്റ്റ് 1. ഓക്കെ, ത്രെഷോൾഡ് ടോട്ടൽ ലോസ് ഞാനിവിടെ ഒരു 3 കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ടെസ്റ്റ് കൗണ്ടിൽ 10 പാക്കറ്റ്സ് അയക്കും. ആ 10 പാക്കറ്റിൽ 3 എണ്ണം നഷ്ടപ്പെടുകയാണെങ്കിൽ അതൊരു ലോസായിട്ട് നമ്മൾ കണക്കാക്കും. അതൊരു ഫെയിൽ ആവണം എന്നാണ് ഈ ത്രെഷോൾഡ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അതായത് ഇത്ര പാക്കറ്റ് അയക്കുന്നതിൽ 3 പാക്കറ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ അതിനൊരു ഫെയിലായിട്ട് കണക്കാക്കണം. അതാണ് ഈ ത്രെഷോൾഡിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ 10 കൗണ്ട് അയക്കുന്നതിൽ 3 എണ്ണം ലോസ് ആയി കഴിഞ്ഞാൽ അതിനൊരു ഫെയിലായി മാർക്ക് ചെയ്യണമെന്നാണ് ത്രെഷോൾഡിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ടോട്ടൽ ലോസ് ഞാൻ 3 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് IP മോണിറ്ററിങ് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് സർവീസസ് IP മോണിറ്ററിങ് പോളിസി. ഓക്കെ, IP മോണിറ്ററിങ് പോളിസി ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോളിസിക്ക് ഒരു നെയിം കൊടുക്കണം. അപ്പോൾ ഞാൻ അവിടെ policy 1 തന്നെ കൊടുക്കുന്നത്. policy 1. ഓക്കെ, policy 1 മാച്ച് എന്തിനാണോ മാച്ച് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുക്കുന്നത്. നമുക്കിവിടെ മാച്ച് ചെയ്യേണ്ട RPM പ്രോബിനെയാണ്. അപ്പോൾ നമ്മളിവിടെ കോൺഫിഗർ ചെയ്ത പ്രോബിൻ്റെ പേര് പ്രോബ് 1 എന്നാണ്. പ്രോബിന് നെയിം കൊടുത്തത്. അപ്പോൾ മാച്ച് RPM പ്രോബ്. ഇനി നമ്മുടെ പ്രോബിൻ്റെ പേര് ഏത് പ്രോബാണോ എന്നുള്ളത് പ്രോബ് 1. ഓക്കെ, ഇനി ആക്ഷൻ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ ആക്ഷൻ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് സർവീസസ് IP മോണിറ്ററിങ് പോളിസീൻ്റെ പേര് വരുന്നത് policy 1 എന്നാണ്. ഓക്കെ, policy 1. ഇനി ആക്ഷൻ എന്താവണം എന്നുള്ളത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ചെയ്യുന്നത് ഇൻ്റർഫേസ് ഫെയിലോവറാണ്. അതായത് ഇൻ്റർഫേസ് ഫെയിലോവറാണ് നമ്മൾ ഈ കേസിൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഇൻ്റർഫേസിലാണ് നമ്മൾ ഈ ISP2നെ കണക്ട് ചെയ്ത് വെച്ച്. അപ്പോൾ ഇൻ്റർഫേസിലേക്കാണ് ഫെയിലോവർ നടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ദെന്നിൽ പറഞ്ഞു കൊടുക്കുക ഈ ഇൻ്റർഫേസിൻ്റെ പേരാണ്. അപ്പോൾ ഇവിടെ കാണാം ഇൻ്റർഫേസ്. ഓക്കെ, ഇൻ്റർഫേസ് GE/0/1 ഇതിലാണ് ISP2 കണക്ട് ചെയ്ത് വെച്ച്. അപ്പോൾ ഇതെന്താവണം എന്നുള്ളത് നമ്മൾ എനബിൾ ആവണം. ഓക്കെ, എനബിൾ ആവണം. അപ്പോൾ അതിന് വേണ്ടി അത് കൊടുത്ത്. ഓക്കെ, ഇനി നമുക്കൊന്ന് കമ്മിറ്റ് ചെയ്യാം. ഈ RPM പ്രോബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു RPMൻ്റെ അണ്ടറിൽ മൾട്ടിപ്പിൾ പ്രോബ് ഡിഫൈൻ ചെയ്യുക. അതുപോലെ ഈ ഡിഫൈൻ ചെയ്ത പ്രോബ് നമുക്ക് മൾട്ടിപ്പിൾ പ്ലേസിൽ വേണമെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ പ്രോബ് 1ൻ്റെ അണ്ടറിലുള്ള ഈ ടെസ്റ്റുകളെല്ലാം നമുക്കവിടെ റൺ ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നമ്മുടെ കമ്മിറ്റ് കംപ്ലീറ്റ് ആയ മുതൽ ഈ സോഴ്സിൽ നിന്ന് ഈ ഡെസ്റ്റിനേഷൻ ടാർഗറ്റിലേക്ക് പിങ്ക് പാക്കറ്റ് സെൻഡ് ആയിക്കൊണ്ട് നിൽക്കും. അത് നമുക്ക് RPM റിസൾട്ടിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ റൺ ഷോ സർവീസസ് RPM പ്രോബ് റിസൾട്ടിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഓക്കെ, ഓവറോൾ പ്രോബിൽ ഇപ്പോൾ നോക്കിയാൽ കാണാം ഇവിടെ 6 പ്രോബ് സെൻഡായി, 6 എണ്ണം റിസീവ് ചെയ്തിട്ടുണ്ട്. പാക്കറ്റ് ലോസ് 0 ആണ്. ഇപ്പോൾ പ്രോബ് ഇൻക്രീസ് ആവുന്നത് കാണാം. ഓരോ സെക്കൻഡിലും നമ്മളെ പ്രോബ് ഇൻക്രീസ് ആയിക്കൊണ്ട് നിൽക്കും. ഓക്കെ, ഇപ്പോൾ 11 പ്രോബായി. ഓക്കെ, 10 എണ്ണം റിസീവ് ആയിട്ടുള്ളൂ.
അതിൻ്റെ ഇടയ്ക്ക് ഒരു പാക്കറ്റ് ലോസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒറ്റ പ്രോബൊന്നും ഒറ്റ പിങ്ങൊന്നും ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആക്ഷൻ നടക്കില്ല. നമ്മൾ കണ്ടിന്യൂസ്ലി 3 കൊടുത്ത് ത്രഷോൾഡിൻ്റെ അകത്ത്. ഓക്കെ, ഇനി IP മോണിറ്ററിങ് സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. റൺ ഷോ സർവീസസ് IP മോണിറ്ററിങ് സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും, ഇവിടെ നമ്മുടെ പ്രോബിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പ്രോബ് 1 നമ്മൾ ടെസ്റ്റിന് കൊടുത്ത പേര് കാണിക്കുന്നുണ്ട്. ടെസ്റ്റിൻ്റെ പേര് ടെസ്റ്റ് 1. ഇവിടെ നമ്മുടെ പ്രൈമറി അതായത് ISP1 അഡ്രസ്സിൻ്റെ അകത്ത് ISP1 IP കാണിക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് പാസ്സാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഈ ഇൻ്റർഫേസാണ് യൂസ് ചെയ്യുന്നത്. ഈ ISP1 ആണ് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ കാണുന്നുണ്ട് ഇൻ്റർഫേസ് ആക്ഷൻ. ഓക്കെ, ഇൻ്റർഫേസ് അതിൽ GE0/0/1 കാണിക്കുന്നുണ്ട്. അതിൻ്റെ എന്താണോ പോളിസി ആക്ഷൻ അത് നമ്മൾ എനബിളാണ് കൊടുത്തത്. അതുപോലെ അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഡൗൺ ആണ്. പിന്നെ ആക്ഷൻ സ്റ്റാറ്റസിൻ്റെ അകത്ത് മാർക്ക് ഡൗൺ എന്നും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എപ്പോഴാണോ ഇവിടെ ഫെയിലാവുന്നത് അപ്പോൾ അടുത്ത ഇൻ്റർഫേസിലേക്ക് സ്വിച്ച് ഓവർ നടക്കും. നമുക്ക് ഇവിടെ ഒരു ഇൻ്റർഫേസ് ഫെയിൽ ഓവർ നടക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫയർവാളിൻ്റെ നമ്മുടെ GE0/0/1 എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് ഒന്ന് ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി സെറ്റ് ഇൻ്റർഫേസ് GE0/0 ഡിസബിൾ. ഓക്കെ, ഇനി ഒന്ന് കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. കമ്മിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻ്റർഫേസ് ഡൗൺ ആയി. ഓക്കെ, ഇനി RPM റിസൾട്ട് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ എത്ര പാക്കറ്റ്സ് ഡൗൺ ആയിട്ടുണ്ടെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ RPM റിസൾട്ടിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം 96 പ്രോബ് സെൻഡ് ചെയ്ത് 86 പ്രോബേ റിസീവ് ചെയ്തിട്ടുള്ളൂ. 10% ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ആക്ഷൻ അതായത് ഫെയിൽ ഓവർ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കമാൻഡ് ഒന്നുകൂടെ കൊടുക്കുകയാണ്. റൺ ഷോ സർവീസസ് IP മോണിറ്ററിങ് സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ ഒരു ഫെയിൽ ഓവർ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ നേരത്തെ അപ്പ് ആയിരുന്നു ISP1. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് ഡൗൺ ആയപ്പോൾ തിരിച്ച് നമ്മുടെ പോളിസി ആക്ഷൻ പ്രകാരം ഇൻ്റർഫേസ് എനബിൾ ആയിട്ടുണ്ട്, അതായത് അപ്പായിട്ടുണ്ട്. ഇവിടെ ഫെയിൽ ഓവർ. ഓക്കെ, നേരത്തെ മാർക്ക് ഡൗൺ എന്ന് കാണിച്ച് ഇപ്പോൾ ഫെയിൽ ഓവർ, അതായത് ഫെയിൽ ഓവർ നടന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മളെ ഇത് നോക്കിയാൽ കാണാം റൺ ഷോ ഇൻ്റർഫേസ് GE0/0 ടെർസ്. ഓക്കെ, ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ഇൻ്റർഫേസ് ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ഡൗൺ ആക്കിയതാണ് ആ ഫെയിൽ ഓവർ നടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാണാം ഇവിടെ ഒന്നാമത്തെ ഇൻ്റർഫേസ് ഓട്ടോമാറ്റിക്കലി അപ്പായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അപ്പായിട്ടുണ്ട്. ഇത് എപ്പോഴാണോ ഈ ഇൻ്റർഫേസ് ഡൗൺ ആവുക അപ്പം മാത്രമേ ഈ ഇൻ്റർഫേസ് അപ്പാവുള്ളൂ. ഇനി തിരിച്ച് ഇത് ഈ GE0/0 എന്ന് പറയുന്ന ഇൻ്റർഫേസ് ബാക്ക് ടു ഓൺലൈൻ ആയി കഴിഞ്ഞാൽ ഇത് തിരിച്ച് പഴയ പോലെ ഡൗൺ സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇപ്പോൾ ഇവിടെ കാണാം ഈ ഇൻ്റർഫേസ് തിരിച്ച് അപ്പാവുകയാണ്. അതാണ് ഈ GE0/0/0 എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് തിരിച്ച് അപ്പാവുകയാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഫെയിൽ ഓവർ നടന്നിട്ട് ഈ ISP2 പോയിക്കൊണ്ടിരിക്കുന്നത് അത് തിരിച്ച് പഴയ പോലെ തന്നെ ISP1 വരിക. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഈ ഡിസേബിൾ ചെയ്ത ഇൻ്റർഫേസ് ഞാൻ തിരിച്ച് എനേബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കമാൻഡാണ്
ഡിലീറ്റ് ഇൻ്റർഫേസ് GE0/0/0 ഡിസബിൾ. ഓക്കെ, ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. കമ്മിറ്റ്. ഓക്കെ, അപ്പോൾ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുകൂടെ നമ്മളെ ഇൻ്റർഫേസ് സ്റ്റാറ്റസ് നോക്കാം. അപ്പം നമ്മുടെ ഈ ഇൻ്റർഫേസ്, അതായത് ഇതിനെ തിരിച്ച് 0 എന്ന് പറഞ്ഞ ഇൻ്റർഫേസിനെ തിരിച്ച് അപ്പാക്കിയിട്ടുണ്ട്, അതായത് അപ്പ് സ്റ്റേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനെ അപ്പാക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കലി 1 എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് ഡൗൺ ആയി. തിരിച്ച് നമ്മുടെ ISP1 തന്നെ ബാക്ക് ടു കണക്ഷൻ പോയി. ഓക്കെ, ഇനി IP മോണിറ്ററിങ് ഒന്ന് നോക്കാം. IP മോണിറ്ററിങ് സ്റ്റാറ്റസിൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, തിരിച്ച് GE0/0 അപ്പായപ്പോൾ പാസ് സ്റ്റേറ്റിലേക്ക് തന്നെ വന്ന് സ്റ്റാറ്റസ് കണ്ടോ, പാസ്സായിട്ട് കാണിക്കുന്നുണ്ട്. തിരിച്ച് നമ്മുടെ GE0/0/1 എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് മാർക്ക് ഡൗൺ സ്റ്റേറ്റിലേക്ക് തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എപ്പോഴാണോ നമ്മുടെ ഈ ISP1 കണക്ഷൻ ഡൗൺ ആവുന്നത്, അപ്പം മാത്രമേ അടുത്ത ഇൻ്റർഫേസിലേക്ക്, അതായത് നമ്മൾ ഏത് ഇൻ്റർഫേസാണോ എനേബിൾ ചെയ്യാൻ പറഞ്ഞു കൊടുത്ത് അതിലേക്ക് അപ്പാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൈമറി ISP ഇതായിരുന്നു. ഇത് നമ്മൾ RPM വെച്ചിട്ട് പറഞ്ഞു കൊടുത്ത് എപ്പോഴാണോ ഇത് ഡൗൺ ആവുന്നത് അപ്പോൾ അടുത്ത ഇൻ്റർഫേസായ ഈ GE0/0/1 എനേബിൾ ആവണം. അത് അപ്പോൾ ആ IP മോണിറ്ററിങ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു സ്വിച്ച് ഓവർ നടത്തണം എന്ന് പറഞ്ഞു കൊടുത്ത്. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർഫേസ് ഡൗൺ ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓവർ നടന്ന് ഈ ഇൻ്റർഫേസിലേക്കായി. തിരിച്ച് ഇതുവഴി പാക്കറ്റ് പോയി. ഓക്കെ, പിന്നെ ഈ ഇൻ്റർഫേസ് തിരിച്ച് എപ്പോഴാണോ ബാക്ക് ടു ഓൺലൈൻ, അതായത് അപ്പാവുന്നത്, തിരിച്ച് പഴയ പോലെ അപ്പാവുന്നത്, അപ്പോൾ ഈ ഇൻ്റർഫേസ് ഓട്ടോമാറ്റിക്കലി അതായത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ISP1 സ്വിച്ച് ഓവർ നടത്തും, ഫെയിൽ ഓവർ നടത്തും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് RPM വിത്ത് IP മോണിറ്ററിങ് യൂസ് ചെയ്തിട്ട് ഇൻ്റർഫേസ് ഫെയിൽ ഓവർ കോൺഫിഗർ ചെയ്യുക.